നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ബിനു മോനിപ്പള്ളി. ഇന്ന് എൻ്റെ നാട്ടിലൂടെ, ആ ഉൾവഴികളിലൂടെ പുതുവേലിയിൽ നിന്നും ഒരു കൊച്ചു യാത്രയായാലോ? നോക്കൂ, എത്ര സുന്ദരമാണ് ഈ നാടെന്ന്. രാവിലെ തന്നെ അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ആ ഗ്രാമവീഥികൾ. ശരിക്കും ഇവർ ഇതിനൊരു വലിയ അഭിനന്ദനം അർഹിക്കുന്നു, അല്ലേ? ഒരു മൂളിപ്പാട്ടും മൂളി ഈ വഴിയിലൂടെ കൈകൾ വീശി അങ്ങനെ നടക്കാൻ എന്ത് രസമാണെന്ന്. ഇടയ്ക്കെതിരെ വരുന്നവരോടൊന്ന് വിശേഷങ്ങൾ പറഞ്ഞ് നിറഞ്ഞു ചിരിച്ച് അങ്ങനെ വഴിക്കിരുവശവും നിറഞ്ഞു നിൽക്കുന്നു വാഴയും കൊക്കോയും പോലെയുള്ള കാർഷിക വിളകളും, പിന്നെ തേക്ക്, ആഞ്ഞിലി പോലെയുള്ള വൻ മരങ്ങളും. ഹരിതാഭ രണ്ട് കൈകളും വീശി നമുക്ക് സ്വാഗതമോതുന്ന, പിന്നെ യാത്രാമംഗളം പറയുന്ന ആ അസൽ നാട്ടുവഴി. ഇത് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഞങ്ങളിതിനെ കുത്തുകല്ല് എന്നാണ് പറയുന്നത്. കയ്യാലകളിൽ മുകളിലേക്ക് കയറാൻ കല്ലുകൾ കൊണ്ട് തന്നെ നിർമ്മിക്കുന്ന പടികൾ. ആഹാ, നമുക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകാൻ നിരന്നു നിൽക്കുന്ന ഈ റബ്ബർ മരങ്ങളെ കണ്ടോ? എന്തല്ലേ! ഒരു നിമിഷം നമ്മളും ഒരു VIP ആയി. എന്നാൽ പിന്നെ കൊടുത്തേക്കാം ഒരു സല്യൂട്ട് തിരിച്ചും. ഈ കയറ്റം കണ്ടോ? അത് തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യസ്ഥാനം. അയ്യോ, അത് പറയാൻ മറന്നു. നമ്മൾ മുൻപൊരു പുലിക്കുന്ന് മല ടു കടുവാൾ ഓഫ് റോഡ് യാത്ര പോയിരുന്നില്ലേ? ആ വീഡിയോ നിങ്ങളും കണ്ടിരുന്നല്ലോ. കാണാത്തവർക്കായി ആ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അതിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ നിഗൂഢമായി മറഞ്ഞുപോയ ആ കടുവാൾ വെള്ളച്ചാട്ടത്തെക്കുറിച്ച്. കർക്കിടക മഴ തകർത്തു പെയ്തപ്പോൾ അവൾ ദേ ഇന്ന് മടങ്ങിയെത്തി. എല്ലാ പിണക്കങ്ങളും മറന്ന് കൂടുതൽ വിലാസവതിയായി. അവൾ എത്ര സുന്ദരിയാണെന്ന് നോക്കൂ. അവൾ കൊടുക്കാൻ കുടവയുമായി അരികിലെത്തും പൊൻവെയിലെ അനുരാഗത്തിൻ മധുരം നിറയെ ഹൃദയം കണ്ടിട്ടുണ്ടോ? അവളുടെ ഹൃദയം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കൈലാസനാഥന്റെ തലയിൽ നിന്നും കുതിറിച്ചാടി ചിരിച്ചൊഴുകുന്ന ആ ഗംഗയെപ്പോലെ, അല്ലേ? അങ്ങ് മുകളിലെ ആ പുലിക്കുന്ന് മലയുടെ കിഴക്കുവശത്തെ ആ കൂറ്റൻ തോണിക്കുഴിപ്പാറയുടെ അടിയിൽ നിന്നത്രയും ഇവൾ വരുന്നത്. പിന്നെ ആ വനസമാന പ്രദേശങ്ങളിലൂടെ ഭയന്നൊഴുകി ഇവിടെ നമ്മളെ കാണുമ്പോൾ സന്തോഷത്തോടെ പതഞ്ഞൊഴുകുകയാണ് അവൾ. ശരിക്കും നാട്ടിൻപുറത്തിൻ്റെ ആ നല്ല കാഴ്ചകൾ. കണ്ടാലും കണ്ടാലും മതിവരാത്ത, കൊതി തീരാത്ത ആ മനോഹര കാഴ്ചകൾ. അവൾക്കു നൽകാൻ പൂക്കളുമായി അകലെ നിൽക്കും പൂക്കൈതേ. അവൾക്കു നൽകാൻ പൂക്കളുമായി അകലെ നിൽക്കും പൂക്കൈതേ. പുതിയൊരു ദാഹം പൂമ്പൊടി പൂശും പുഞ്ചിരി കണ്ടിട്ടുണ്ടോ? അവളുടെ പുഞ്ചിരി കണ്ടിട്ടുണ്ടോ? ഇത്തരം എത്രയോ അതിസുന്ദര കാഴ്ചകൾ നമുക്കായി പ്രകൃതി ഒരുക്കി വയ്ക്കുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ ആ ഓട്ടപ്പാച്ചിലുകൾക്കിടയ്ക്ക് അതൊന്നു കാണാൻ നമുക്കൊക്കെ എവിടെ സമയം, അല്ലേ? പക്ഷേ അതൊക്കെ കാണുക തന്നെ വേണം, ആസ്വദിക്കുകയും. പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം, താമസിക്കും ഗ്രാമം. ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ആടിക്കാറ്റായോ പായും പ്രായം, ആടിക്കാറ്റായോ പായും പ്രായം. അമ്മക്കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം.